ശാശ്വത സത്യമേ കൈ തൊഴുന്നു. യേശുവും രാമനും അല്ലാഹുവെല്ലാം ഈശോനിൻ രൂപങ്ങളല്ലേ. യേശുവും രാമനും അല്ലാഹുവെല്ലാം ഈശോനിൻ രൂപങ്ങളല്ലേ. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനുമെല്ലാം അവിടുത്തെ മക്കളല്ലേ. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനുമെല്ലാം അവിടുത്തെ മക്കളല്ലേ. ഈ ലോകമെങ്ങും പ്രഭ തൂകി നിൽക്കും ഈശ്വര ചൈതന്യമേ തൊഴുന്നു. ദുഃഖങ്ങൾക്കെല്ലാം ആശ്വാസമേകും ശാശ്വത സത്യമേ കൈ തൊഴുന്നു. സ്റ്റേജിൽ ഉപവിഷ്ടരായിട്ടുള്ള മാന്യ വ്യക്തിത്വങ്ങളെ, സദസ്സിലും പരിസരത്തുമുള്ള സ്നേഹനദികളായിട്ടുള്ള വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, സ്കൂൾ സ്റ്റാഫ് അംഗങ്ങളെ, പേങ്ങാട് BTM AM UP സ്കൂളിൻ്റെ 40ാം വാർഷിക ആഘോഷങ്ങൾക്ക് സമാരംഭം കുറിക്കുന്ന ഈ വേദിയിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും സംഘാടക സമിതിക്ക് വേണ്ടി ആദ്യമായി തന്നെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നലെ വൈകുന്നേരം പൂച്ചാലിൽ നിന്ന് ആരംഭിച്ച വർണ്ണശബളമായ ഘോഷയാത്രയോടുകൂടിയാണ് നമ്മുടെ പരിപാടികൾ ആരംഭിച്ചത്. ഇന്ന് ഈ ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം നമ്മുടെ സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധങ്ങളായ കലാപരിപാടികളും മറ്റു പ്രഗത്ഭരായ കലാകാരന്മാർ അണിനിരക്കുന്ന നിരവധി പരിപാടികളും ഈ സ്റ്റേജിൽ അരങ്ങേറാനുണ്ട്. 1976 പ്രവർത്തനമാരംഭിച്ച നമ്മുടെ ഈ വിദ്യാലയം സാമൂഹികമായും വിദ്യാഭ്യാസപരമായുമെല്ലാം ഒരു പിന്നോക്ക പ്രദേശമായിരുന്ന പേങ്ങാട്ടെയും പരിസര പ്രദേശങ്ങളിലെയും സാധാരണക്കാരായ ആളുകളെ വിദ്യയുടെ വെള്ളി വെളിച്ചം നൽകി നന്മയുടെ പാതയിലൂടെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപ്പിടിച്ച് ഉയർത്തിക്കൊണ്ടുവരാൻ മുഖ്യമായും പങ്കുവഹിച്ച ഒരു മഹത്തായ സ്ഥാപനമാണ് നമ്മുടെ സ്കൂള്. നമ്മുടെ നാടിൻ്റെ സാമൂഹികവും സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മുന്നേറ്റങ്ങൾക്ക് നിതാന്ത ജാഗ്രത പാലിച്ച ഒരു സ്ഥാപനമാണ് നമ്മുടേത്. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ മനുഷ്യന്മാർ തമ്മിലുള്ള സൗഹൃദവും സ്നേഹവും ഊട്ടിയുറപ്പിക്കുന്നതിൽ നിസ്തുല്യമായ സേവനം നമ്മുടെ ഈ സ്ഥാപനത്തിലെ അധ്യാപകരും അതുമായി ബന്ധപ്പെട്ട ആളുകളും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിഷേധിക്കാനാവാത്ത ഒരു സത്യമാണ്. നമുക്കറിയാം, നമ്മുടെ പ്രദേശം എന്ന് പറയുന്നത് ശാന്തമായി ഒഴുകുന്ന ഒരു പുഴയെപ്പോലെ മനോഹരമായിട്ടുള്ളൊരു തീരമാണ്.
ഇവിടെ വ്യത്യസ്ത മതക്കാരുണ്ട്, വ്യത്യസ്തങ്ങളായിട്ടുള്ള രാഷ്ട്രീയ ചിന്താഗതികളുള്ള ആളുകളുണ്ട്, വ്യത്യസ്തമായ വീക്ഷണങ്ങൾ പുലർത്തുന്ന ചിന്താഗതിക്കാരായ നിരവധി സംഘടനകളും ആളുകളുമെല്ലാമുള്ള ഈ നാട്ടിൽ അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങൾ എടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ തന്നെ പരസ്പരം ബഹുമാനിക്കാനും സ്നേഹിക്കാനും ആദരിക്കാനും നമ്മളെല്ലാവരും എപ്പോഴും മുൻകൈയെടുക്കാറുണ്ട്. മതങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ സംഘടനകൾ തമ്മിലുള്ള യാതൊരു അസ്വസ്ഥതയും ലവലേശം കടന്നുകൂടാത്ത ഒരു പ്രദേശമാണ് പേങ്ങാടി എന്ന് പറയുന്നത്. പള്ളികളും അമ്പലങ്ങളും മദ്രസകളും വിദ്യാലയങ്ങളും ക്ലബ്ബുകളുമെല്ലാം ഒരു നാടിൻ്റെ സർവ്വതോന്മുഖമായ പുരോഗതിക്ക് വേണ്ടി തോളോട് തോളുരുമ്മി പ്രവർത്തിക്കുന്ന മനോഹരമായ കാഴ്ചകൾ കൊണ്ട് ആ കാഴ്ച കൺകുളിർക്കെ കാണാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മുടെ പേങ്ങാട് പ്രദേശത്തെ ആളുകൾ. ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മുടെ പ്രദേശത്തെ മദ്രസ 9 മണിക്കോ 9:30 മണിക്കോ വിട്ട് കുട്ടികൾ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് സ്കൂളിലേക്കുള്ള പുസ്തകങ്ങളും എടുത്ത് സ്കൂളിലെത്തുമ്പോൾ ആ കുട്ടികൾ കാണുന്നത് സ്കൂളിൻ്റെ തൊട്ടടുത്ത് മനോഹരമായിട്ടുള്ള ഹൈന്ദവ വിശ്വാസ പ്രകാരം പ്രവർത്തിച്ചു പോരുന്ന ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൻ്റെ സാമീപ്യവും ഈ സ്കൂളിൻ്റെ മനോഹാരിതയുമെല്ലാം ചേർന്ന് ഈ സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ മനസ്സിൽ സൗഹൃദത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഒരു സന്ദേശമാണ് നൽകുന്നത്. ആ പാരമ്പര്യം എല്ലാ കാലവും നമ്മൾ നിലനിർത്തി പോന്നിട്ടുണ്ട്. തുടർന്നും സ്നേഹത്തോടും സൗഹൃദത്തോടും കൂടി മുന്നോട്ട് പോകണമെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. നമ്മുടെ സ്കൂളിന് അതിന് ഇനിയും കൂടുതൽ സംഭാവന നൽകാൻ സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഞാൻ സ്വാഗത പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുകയല്ല. പറഞ്ഞതിലും ഒരുപാട് സമയം വൈകിയാണ് നമുക്കിത് തുടങ്ങാൻ സാധിച്ചിട്ടുള്ളത്. സ്കൂളുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ സൂചിപ്പിക്കുമ്പം ഇവിടുന്ന് പഠിച്ചുപോയ നിരവധി കുട്ടികൾ ഉന്നതമായ നിലവാരം പുലർത്തുകയും സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ നിലവാരത്തോടുകൂടി പ്രവർത്തിക്കുകയും കാണുമ്പോൾ സ്കൂളിലെ അധ്യാപകർക്കും PTA അംഗങ്ങൾക്കും മാനേജ്മെൻറ്റിനുമെല്ലാം വളരെയേറെ സന്തോഷം തോന്നുകയാണ്. മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ 13 കുട്ടികൾ ഉന്നത വിജയം നേടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പരിശീലനം നടത്തുകയാണ്. അതിൽ തന്നെ സംസ്ഥാനത്ത് 13ാം റാങ്ക് നേടിയ സായി കൃഷ്ണ എന്ന് പറയുന്ന കുട്ടി നമ്മുടെ സ്കൂളിൻ്റെ സംഭാവനയാണ്. അങ്ങനെ പഠനരംഗത്തും പാഠ്യേതര രംഗത്തും ഉന്നതമായ നിലവാരം പുലർത്തുന്ന ഒരു കലാലയം എന്നുള്ള നിലക്കും ഈ സ്കൂളിലെ കഠിനാധ്വാനികളായ അധ്യാപകരുടെ, ടീച്ചർമാരുടെ എല്ലാം പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് നമ്മുടെ സ്ഥാപനം ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് പോവേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനങ്ങളും ഉത്തരവാദിത്ത ബോധവും നമ്മുടെ സ്ഥാപനത്തെ വീണ്ടും ഉയർച്ചയിലെത്തിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും പിന്തുണയും പ്രാർത്ഥനയും എപ്പോഴും ഈ സ്ഥാപനത്തിന് ഉണ്ടാവണമെന്ന് അവസാനമായി അഭ്യർത്ഥിക്കുകയാണ്. ഈ പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യാം എന്നേറ്റിരുന്നത് പ്രിയങ്കരനായ ഈ നിയോജക മണ്ഡലത്തിൻ്റെ ജനപ്രതിനിധി കെ മുഹമ്മദ് ഉണ്ണിയാജി അവർകളായിരുന്നു. അദ്ദേഹം ചെറിയൊരു അസൗകര്യം അറിയിച്ചിട്ടുണ്ട്. ഈ പരിപാടിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല എന്ന് അത് നിങ്ങളെ അറിയിക്കുകയാണ്. നമ്മൾ സ്കൂളുമായി ബന്ധപ്പെട്ട കമ്പ്യൂട്ടർ സെൻറ്ററിന് കഴിഞ്ഞ വർഷം കമ്പ്യൂട്ടറുകൾ നൽകി മാതൃക സൃഷ്ടിച്ച ഒരു ജനപ്രതിനിധി എന്നുള്ള നിലക്ക് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തോടുള്ള കടപ്പാട് നമ്മളിവിടെ അറിയിക്കുകയാണ്. ഈ പരിപാടി ഇന്ന് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ചെറുകാവ് ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷ പ്രിയങ്കരിയായിട്ടുള്ള ശ്രീമതി സജിനി ഉണ്ണിയാണ്. അവരെ സംഘാടക സമിതിക്ക് വേണ്ടി ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ
അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് പ്രിയങ്കരനായ ബ്ലോക്ക് മെമ്പർ ബഹുമാന്യനായ കെ അപ്പുട്ടി അവർകളാണ്. അവരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യും. പരിപാടിയിൽ ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് പ്രിയങ്കരനായ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആർ രോഹിൽനാഥാണ്. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഇവിടേക്കുള്ള യാത്രയിലാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ആദരം ഏറ്റുവാങ്ങുന്നത് ബഹുമാന്യനായ PK സീതി ഹാജിയാണ്. അദ്ദേഹം ഇവിടെ എത്തിച്ചേരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുക. ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് പ്രിയങ്കരനായിട്ടുള്ള ഗാന രചയിതാവ് രമേശ് കാവിൽ അവർകളാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നത് പ്രിയങ്കരിയായിട്ടുള്ള രാധാമണി ടീച്ചർ, വാർഡ് മെമ്പർ, KP ബദറുദ്ദീൻ വാർഡ് മെമ്പർ, ആശിസ് AO കൊണ്ടോട്ടി, PKM ഷഹീദ് BPO കൊണ്ടോട്ടി, T സൈനുദ്ദീൻ ഹാജി, PKM ഷഹീദ് BPO, പ്രിയങ്കരനായ T സൈനുദ്ദീൻ ഹാജി, സംഘാടക സമിതിയുടെ വൈസ് ചെയർമാൻ, PT ശിവശങ്കരൻ, സംഘാടക സമിതിയുടെ വൈസ് ചെയർമാൻ, PK ബീരാൻകുട്ടി മാസ്റ്റർ, മാനേജ്മെന്റ് പ്രതിനിധി, പരിപാടിയിൽ സംബന്ധിക്കുന്നത് സുലൈക്ക MTA പ്രസിഡന്റ്, മുകേഷ് മാസ്റ്റർ സ്റ്റാഫ് സെക്രട്ടറി, റംല പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി, മുഹമ്മദ് ആദിൽ KB സ്കൂൾ ലീഡർ, ഗോപിനാഥൻ K കൺവീനർ പ്രോഗ്രാം കമ്മിറ്റി, അഹമ്മദ് കുട്ടി മാസ്റ്റർ പൂർവ്വ അധ്യാപക പ്രതിനിധി, പ്രിയങ്കരനായ മാലിക് മുഹമ്മദ് തങ്ങൾ അവർകൾ തുടങ്ങിയ മുഴുവൻ നേതാക്കളെയും ജനപ്രതിനിധികളെയും വിശിഷ്ട വ്യക്തികളെയും അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന നാട്ടുകാരെയും രക്ഷിതാക്കളെയും അധ്യാപക സുഹൃത്തുക്കളെയും എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കുന്നു. ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കാൻ പ്രിയങ്കരനായ K അപ്പുട്ടി അവറുകളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്. വേദിയിലെ പ്രധാന വ്യക്തിത്വങ്ങളെ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സജിനി ഉണ്ണി, ഈ സ്കൂളിൻ്റെ പ്രധാന അധ്യാപക ഗാനമേസ ടീച്ചർ ആർ രോഹിനാഥ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ, ഇവിടെ ആദരിക്കുന്ന സീതി ഹാജി അവരുടെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന രമേശ് കാവിൽ, രാധാമണി ടീച്ചർ, KP ബദറുദ്ദീൻ, ആശിഷ്, PKM ഷാഹിദ്, T സൈനുദ്ദീൻ ഹാജി, PT ശിവശങ്കരൻ, അഹമ്മദ് കുട്ടി മാസ്റ്റർ, PK വീരാൻകുട്ടി മാസ്റ്റർ, സുലൈക്ക MT, മുകേഷ് മാസ്റ്റർ, റംല മുഹമ്മദ് ആദിൽ KB, ഗോപിനാഥൻ മാസ്റ്റർ തുടങ്ങി വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള
വ്യക്തിത്വങ്ങളെ, വേദിക്ക് മുന്നിലിരിക്കുന്ന പിഞ്ചു വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, അധ്യാപകരെ, പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് നാം ഇപ്പോൾ ഉള്ളത്. നമ്മുടെ ഈ ഗ്രാമത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്നതിൽ മുഖ്യമായ പങ്കുവഹിച്ച പേങ്ങാട് BTM AMUP സ്കൂളിൻ്റെ 40ാം വാർഷിക ആഘോഷമാണ് ഇന്നലെയും ഇന്നുമായി ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, വിദ്യാഭ്യാസം ഒരു കച്ചവടമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി സമൂഹത്തിൻ്റെ നന്മ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകളെ ഒരേ ബെഞ്ചിലിരുത്തി സൗഹൃദവും സാഹോദര്യവും ഊട്ടി വളർത്തുന്ന അതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ കുഞ്ഞുനാളിൽ തന്നെ അവസരമൊരുക്കുന്ന ഏറ്റവും മഹനീയമായ ഒരു വേദിയൊരുക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരു സ്കൂള് സ്ഥാപിക്കുകയും ആ രൂപത്തിൽ സ്കൂളിൻ്റെ പ്രവർത്തനം നടത്തുകയും ചെയ്യുന്ന ഒരു സ്ഥാപനമാണിത്. ഇവിടെ പ്രാർത്ഥന ചൊല്ലിയ കുട്ടികൾ പ്രാർത്ഥനയിലൂടെ വിവരിച്ചതുപോലെ നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകളെ അവരുടെ എല്ലാം യോജിപ്പിനെ ഊട്ടി വളർത്തുന്ന രൂപത്തിലേക്ക് ഈ സ്കൂൾ വഹിക്കുന്ന പങ്കിനെയാണ് ആ പ്രാർത്ഥനയിലൂടെ നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മളെല്ലാം വേദനയോടെ ഓർക്കുന്ന ഒരു കാര്യം, ആ നന്മ നിറഞ്ഞ ആ പാതയിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഓരോ സമുദായത്തിൻ്റെയും അതുപോലെ ഓരോ വിഭാഗത്തിൻ്റെയും പ്രത്യേകം സ്കൂളുകളും പഠനങ്ങളും ഇന്ന് പല കോണുകളിലും നാം പിടുത്തു വരികയാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ മതനിരപേക്ഷതയെയും അതുപോലെ മറ്റ് മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെയും ഒക്കെ വിഘാതം സൃഷ്ടിക്കുന്നതും നമ്മളുടെ ഇടയിൽ വേലിക്കെട്ടുകൾ കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് അത് സൂചിപ്പിക്കുന്നത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇത്തരം സ്ഥാപനങ്ങളെയാണ് നാം ഊട്ടി വളർത്തി യോജിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ടത് എന്ന് മാത്രമാണ് ഈ വേളയിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം നീട്ടണമെന്ന് ആഗ്രഹിക്കുന്നില്ല. കാരണം എനിക്കറിയാം വളരെ സമയം വൈകി എന്ന് മാത്രമല്ല, ഈ ചുട്ടുപൊള്ളുന്ന ചൂടിൽ ഇവിടെ വേദിയിലിരിക്കുന്ന അതേമാതിരി എനിക്ക് മുന്നിലിരിക്കുന്ന കുഞ്ഞുകുട്ടികളൊക്കെ തന്നെ അസഹ്യമായ ചൂട് അനുഭവിച്ചുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ധരിപ്പിക്കുന്നില്ല, ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ വിദ്യാലയത്തിന് അതിൻ്റെ 40ാം വാർഷിക ആഘോഷത്തിന് എല്ലാ ഭാവുകങ്ങളും നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരിയായ പഞ്ചായത്ത് പ്രസിഡന്റ് സജിനി ഉണ്ണിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. മാന്യനായ ഈ പരിപാടിയുടെ അധ്യക്ഷൻ ബ്ലോക്ക് മെമ്പർ അപ്പുട്ടിയേട്ടൻ, വൈസ് പ്രസിഡന്റ് ജലീൽ സാഹിബ്, എൻ്റെ സഹപ്രവർത്തകരായ ബദ്രുദ്ദീൻ, രാധാമൺ ടീച്ചർ, മറ്റു വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, അധ്യാപകരെ, എൻ്റെ സഹോദരി സഹോദരന്മാരെ,
40ാം വാർഷികാഘോഷമാണ് നമ്മൾ ഇന്നിവിടെ ആഘോഷിക്കുന്നത്. പാഠ്യേതര രംഗങ്ങളിലും കലാകായിക രംഗങ്ങളിലും വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന വിദ്യാലയം എന്ന നിലയിൽ വളരെയധികം അഭിമാനമുണ്ട്. ഈ വൈകിയ വേളയിൽ കൂടുതലായി ഞാനൊന്നും പറയുന്നില്ല. ഈ കൊച്ചു പരിപാടികൾ ഇവിടെ നടക്കാനുണ്ട് എന്നറിയാവുന്നത് കൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവുകങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. പ്രിയപ്പെട്ട അധ്യക്ഷൻ, യോഗത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ആദരണീയായ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവർ, സുദീർഘമായി സംസാരിക്കാൻ ഇവിടെ ഒരു സാഹചര്യവുമില്ല എന്ന് തോന്നുന്നു. കാരണം നല്ല ചൂടാണ്, കൊച്ചുകുട്ടികളൊക്കെ ഇങ്ങനെ സദസ്സിലിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ 2 കൊച്ചു പാട്ടുകൾ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ചെറിയ പാട്ട് ആദ്യം ഞാൻ പാടാൻ പോവാം. കൂട്ടത്തിൽ വികൃതി കളിക്കുന്നവരില്ല എന്ന് വിചാരിക്കുന്നു. ഞാൻ കവിത ചൊല്ലട്ടെ. എല്ലാവരും ഇങ്ങനെ കസേരയിലൊക്കെ വളരെ ക്ഷീണിതരായിട്ടാണ് ഇരിക്കുന്നത്. കവിത ചൊല്ലട്ടെ, ഒന്ന് കൈയടിച്ച് എല്ലാവരും. എങ്ങട്ട് പോവും നമ്മുമ്മേ, ചന്തയ്ക്ക് പോകാ കുട്ടിയോളെ, സഞ്ചിയിലെന്താണമ്മൂമ്മേ, പഞ്ചാര മിഠായ കുട്ടിയോളെ, കാതുകളെന്തിന്നമ്മൂമ്മേ, കമ്മലിടാനാ കുട്ടിയോളെ, മുക്കുത്തി എന്തിന്നമ്മൂമ്മേ, മുക്കത്ത് മിന്നാൻ കുട്ടിയോളെ, ചെല്ലത്തിലെന്താണമ്മൂമ്മേ, നല്ല മുറുക്കാൻ കുട്ടിയോളെ, കയ്യിലെ വടി എന്തിനമ്മൂമ്മേ. എന്തിനായിരിക്കും? കുത്തിപ്പിടിക്കാനായിരിക്കും. വേറെ ആരും എന്തോ പറഞ്ഞു? കയ്യിലെ വടി എന്തിനമ്മൂമ്മേ. കുത്തി നടക്കാൻ കുട്ടികളെ നിന്നാണ് പാടുക എന്ന് വിചാരിച്ചല്ലേ. അമ്മൂമ്മ പറഞ്ഞെന്തറിയോ? കയ്യിലെ വടി എന്തിനമ്മൂമ്മേ, വികൃതി പിള്ളേർക്ക് ടം ടം ടം. വികൃതി കളിക്കുന്നവർക്ക് അടി കിട്ടണമെന്നാണ്. നിങ്ങൾക്ക് ആർക്കും ഇങ്ങനെ അടി കിട്ടാറില്ലല്ലോ. ഒറ്റ കുട്ടിക്ക് ഇവിടെ അടി കിട്ടാറില്ലല്ലോ. ഒക്കെ എല്ലാവരും ഒരു കളവ് പറയുന്നതിൻ്റെ ഒരു സുഖം ഇങ്ങനെ അനുഭവിക്കുകയാണ് അല്ലേ. കളവാണ് എന്ന് എല്ലാവർക്കും അറിയാമായിട്ടുണ്ട്. പറയാം. അതിനടുത്ത പാട്ട് പറട്ടെ. കൈ ഇങ്ങനെ പിടിച്ച എല്ലാവരും. ഉള്ളം കൈയിനുള്ളിലിരിക്കും കള്ളി വെളിച്ചത്താക്കാമോ, കള്ളി വെളിച്ചത്താക്കാമോ, തള്ളവിരൽ തലമെല്ലെ ചൊല്ലി ഞാനറിയില്ലേ മറിമായം, ഞാനറിയില്ലേ മറിമായം, ചൂണ്ടുവിരൽ തല ചൂണ്ടിക്കാട്ടി മിണ്ടിപ്പോകരുതാരാരും, മിണ്ടിപ്പോകരുതാരാരും. നടുവിരലിടയിൽ ഉയർന്നു പറഞ്ഞു ഞാനായിട്ടത് പറയില്ല, ഞാനായിട്ടത് പറയില്ല, മോതിര വിരലുമടിച്ചെഴുന്നേറ്റു പാതി പറഞ്ഞു നിറുത്തും ഞാൻ, പാതി പറഞ്ഞു നിറുത്തും ഞാൻ. ചിഹ്നം വിരലും ചാടിയെണീറ്റു പറയാമെന്നാലറിയില്ല, പറയാമെന്നാലറിയില്ല, അഞ്ചും കൂടി എണീറ്റപ്പോഴോ മഞ്ചാടിക്കുരു വഴി നിറയെ, അഞ്ചും കൂടി എണീറ്റപ്പോഴോ മഞ്ചാടിക്കുരു വഴി നിറയെ, ഉള്ളം കൈയിനുള്ളിലിരിക്കും കള്ളി വെളിച്ചത്താക്കാമോ, കള്ളി വെളിച്ചത്താക്കാമോ, തള്ളവിരൽ തലമെല്ലെ ചൊല്ലി ഞാനറിയില്ലേ മറിമായം, ഞാനറിയില്ലേ മറിമായം, ചൂണ്ടുവിരൽ തല ചൂണ്ടിക്കാട്ടി മിണ്ടിപ്പോകരുതാരാരും, മിണ്ടിപ്പോകരുതാരാരും. നടുവിരലിടയിൽ ഉയർന്നു പറഞ്ഞു ഞാനായിട്ടത് പറയില്ല, ഞാനായിട്ടത് പറയില്ല, മോതിര വിരലുമടിച്ചെഴുന്നേറ്റു പാതി പറഞ്ഞു നിറുത്തും ഞാൻ, പാതി പറഞ്ഞു നിറുത്തും ഞാൻ. ചിഹ്നം വിരലും ചാടിയെണീറ്റു പറയാമെന്നാലറിയില്ല, പറയാമെന്നാലറിയില്ല, അഞ്ചും കൂടി എണീറ്റപ്പോഴോ മഞ്ചാ
വഴി നിറയെ മഞ്ചാടിക്കുരു വഴി നിറയെ. ഈ പാട്ട് നമ്മുടെ എല്ലാവരുടെയും സ്വഭാവത്തെയാണ് പറയുന്നത്. ഈ ഉള്ളം കൈക്കുള്ളിൽ എന്താണ് എന്ന് 5 വിരലിനും അറിയാം. എന്നിട്ട് നമ്മളിൽ ചിലരെ പോലെ തള്ളവിരൽ പറയുന്നു ഞാനറിയില്ലേ മറിവായം. നമ്മൾ ചിലരെ പോലെ തള്ളവിരൽ പറയും എനിക്ക് അറിഞ്ഞൂടാ. സത്യം വിളിച്ചു പറയാൻ മടിയുള്ള വിരലിൻ്റെ പ്രതിനിധിയാണ് ഈ തള്ളവിരൽ. രണ്ടാമത്തെ വിരലോ ചൂണ്ടുവിരൽ തല ചൂണ്ടിക്കാട്ടി മിണ്ടിപ്പോകരുതാരും. ചൂണ്ടുവിരലിൻ്റെ പ്രതിനിധികൾ നമ്മുടെ നാട്ടിലൊക്കെ ധാരാളമുണ്ട്, ഇപ്പം കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ചൂണ്ടുവിരലിൻ്റെ സ്വഭാവം? മിണ്ടരുത്. സംസാരിക്കുന്നവരെ അടിച്ചമർത്തുന്ന വിരലാണ് ഈ വിരൽ. കുട്ടിക്കാലത്ത് അച്ഛൻ, അമ്മ, സ്കൂളിൽ ചെന്ന മാഷ്, ടീച്ചർ, പുറത്തിറങ്ങിയ പോലീസ്, പട്ടാളം, രാഷ്ട്രീയത്തിൽ നേതാവ് അനുയായിയോട് എല്ലായിടത്തും ആളുകൾ മിണ്ടരുത് എന്ന് പറഞ്ഞ് മുന്നിലുള്ളവരെ അടക്കിയിരുത്താൻ ശ്രമിക്കുകയാണ്. സത്യം പറയാൻ എണീക്കുന്നവരെ മിണ്ടരുത് എന്ന് പറഞ്ഞ് മുഴക്കിക്കളയുന്ന അസഹിഷ്ണുതയെ പ്രസവിച്ച വിരലാണ് ഈ ചൂണ്ടുവിരൽ. അടുത്തതോ നടുവിരലിടയിൽ ഉയർന്നു പറഞ്ഞു ഞാനായിട്ടത് പറയില്ല. നടുവിരലിൻ്റെ പ്രതിനിധികൾ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. അവരെന്താ പറയുക? ഞാൻ പറയല, നീ പറയാം. ഇങ്ങനെ പിറകിൽ ഒന്ന് പറ എന്ന് പറയും. അടുത്ത വിരല് മോതിര വിരലും അടിച്ചെഴുന്നേറ്റു പാതി പറഞ്ഞു നിറുത്തും ഞാൻ. മോതിര വിരല് ഫുള്ളായിട്ട് പറയില്ല, ക്ലൂ തരുന്നയാളാ. ഇപ്പം എപ്പോഴും നമ്മൾ ചോദിക്കുമ്പോൾ ടി വിയിലേക്കൊക്കെ വിളിച്ച് ചോദിക്കും ആളുകൾ ചോദ്യം എന്താണെന്ന്, എന്നിട്ട് ഒരു ക്ലൂ തരുമെന്ന് ചോദിക്കും. അങ്ങനെ ക്ലൂ കൊണ്ട് അല്പമാത്രമായ സത്യങ്ങൾ കൊണ്ട് വലിയ സത്യങ്ങളെ മറച്ചു കളയുന്ന വിരലിൻ്റെ പ്രതിനിധികളാണ് മോതിര വിരൽ. ചിഹ്നം വിരലോ ചിഹ്നം വിരലും ചാടി എണീറ്റു പറയാമെന്നാൽ അറിയില്ല. ചിഹ്നം വിരലിൻ്റെ പ്രതിനിധികളെ ധാരാളം നാം ദിനേന കാണാറുണ്ട്. അവരാദ്യം എഴുന്നേറ്റ് നിൽക്കും ഞങ്ങൾക്കൊക്കെ വലിയ വിവരമാണെന്ന് പറഞ്ഞു. പക്ഷെ അവർക്കൊരു വിവരമില്ല എന്ന് നാട്ടുകാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഈ 5 പേരും ശ്രമിച്ചത് എന്താണ്? ഈ കൈക്കകത്തെ സത്യം മറച്ചു പിടിക്കാനാണ്. സത്യത്തെ മറച്ചു പിടിക്കാൻ വേണ്ടി തള്ളവിരൽ എനിക്കറിയില്ല എന്ന് പറഞ്ഞ് പിന്മാറുന്നു. ചൂണ്ടുവിരൽ മിണ്ടരുതെന്ന് പറഞ്ഞ് അടിച്ചമർത്തുന്നു. നടുവിരൽ ഞാൻ പറയല നീ പറഞ്ഞോ എന്ന് പറഞ്ഞ് മാറിക്കളയുന്നു. മോതിരവിരൽ വേണമെങ്കിൽ കുറച്ച് പറയാമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. ചിഹ്നം വിരൽ എനിക്കെല്ലാം അറിയാമെന്ന് ഉറക്കെ പറയുകയും പിന്നീട് ഒന്നും അറിയാത്തവനെ പോലെ മാറിക്കളയുകയും ചെയ്യുന്നു. പക്ഷെ എത്ര ഒളിച്ചു വെച്ചാലും 5 വിരലുകളും ചേർത്ത് പിടിച്ച് മറയ്ക്കണം എന്നാഗ്രഹിച്ചാലും സത്യം മഞ്ചാടി മണി പോലെ നാട്ടിലിങ്ങനെ ചെതറി വീണുകൊണ്ടേയിരിക്കും എന്നാണ് ഈ പാട്ട് നമ്മളോട് പറയുന്നത്. 5ഉം കൂടി എണീറ്റപ്പോഴോ മഞ്ചാടിക്കുരു വഴി നിറയെ മഞ്ചാടിക്കുരു വഴി നിറയെ. ഈ സ്കൂളിൻ്റെ വിശാലമായ മുറ്റത്ത് ഇവിടെ ഇങ്ങനെ മനോഹരമായ മഞ്ഞപ്പൂക്കളൊക്കെ ഇങ്ങനെ നിറഞ്ഞിൽക്കുന്ന ഈ മുറ്റം കാണുമ്പോൾ നമുക്ക് വലിയ സുഖമാണ് തോന്നുന്നത്. ഈ മുറ്റത്തേക്ക് കടന്നു വരുന്നവർക്ക് നല്ല ഒരു സ്നേഹം ലഭിക്കുന്നുവെന്ന് സ്വാഗത ഭാഷകൻ പറഞ്ഞു. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും എല്ലാവരും ഒരുമിച്ച് സഹവസിക്കുന്ന ഒരു നാടാണ് കേരളത്തിലുള്ളതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു പാട്ട് കൂടി പാടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ പാട്ട് പാടുമ്പോൾ നന്നായി ഒന്ന് കൈയടിച്ച് തരണം. നല്ലോണം കൈയടിച്ച് ആദ്യം നല്ലോണം. അമ്മ പറഞ്ഞതും അച്ഛൻ പകർന്നതും അപ്പം ചുടുന്ന മലയാളം, ഉമ്മ തരുന്നതും ഉപ്പ ചൊരിഞ്ഞതും ഉപ്പു തൊടുന്ന മലയാളം. അമ്മ പറഞ്ഞതും അച്ഛൻ പകർന്നതും അപ്പം ചുടുന്ന മലയാളം, ഉമ്മ തരുന്നതും ഉപ്പ ചൊരിഞ്ഞതും ഉപ്പു തൊടുന്ന മലയാളം, ഉപ്പു തൊടുന്ന മലയാളം. മുത്തശ്ശി ചൊന്നതും മുത്തച്ഛൻ കേട്ടതും മുറ്റത്തുതിർന്ന മലയാളം, മുത്തശ്ശി ചൊന്നതും മുത്തച്ഛൻ കേട്ടതും മുറ്റത്തുതിർന്ന മലയാളം. കിണ്ണം നിറച്ചതും കിണ്ടി നനച്ചതും, കിണ്ണം നിറച്ചതും കിണ്ടി നനച്ചതും പണ്ടേയുള്ള മലയാളം. അമ്മ പറഞ്ഞതും അച്ഛൻ പകർന്നതും അപ്പം ചുടുന്ന മലയാളം, ഉമ്മ തരുന്നതും ഉപ്പ ചൊരിഞ്ഞത് ഉപ്പു തൊടുന്ന മലയാളം. ചുട്ടുതെളിച്ചതും പാട്ടുപാടിച്ചതും നാട്ടിലെ നല്ല മലയാളം, ചുട്ടുതെളിച്ചതും പാട്ടുപാടിച്ചതും നാട്ടിലെ നല്ല മലയാളം.
കൂട്ടുകിടന്നതും കൂടെ കരഞ്ഞതും കൂട്ടുകിടന്നതും കൂടെ കരഞ്ഞതും വീട്ടിലെ നന്മ മലയാളം, എൻ്റെ വീട്ടിലെ നന്മ മലയാളം. അമ്മ പറഞ്ഞതും അച്ഛൻ പകർന്നതും അപ്പൻ ചുടുന്ന മലയാളം, ഉമ്മ തരുന്നതും ഉപ്പ ചൊരിഞ്ഞതും ഉപ്പു തൊടുന്ന മലയാളം. പാടത്ത് പൂത്തതും നാടൊക്കെ കൊയ്തതും പാവാടയിട്ട മലയാളം, പാടത്ത് പൂത്തതും നാടൊക്കെ കൊയ്തതും പാവാടയിട്ട മലയാളം. ഒപ്പം നടന്നതും ഇഷ്ടം പറഞ്ഞതും ഒപ്പം നടന്നതും ഇഷ്ടം പറഞ്ഞതും തട്ടം പുതച്ച മലയാളം. അമ്മ പറഞ്ഞതും അച്ഛൻ പകർന്നതും അപ്പൻ ചുടുന്ന മലയാളം, ഉമ്മ തരുന്നതും ഉപ്പ ചൊരിഞ്ഞതും ഉപ്പു തൊടുന്ന മലയാളം. അക്കുത്തും ഇക്കുത്തും ആനവരിങ്കുത്തും ഒക്കത്തു വെച്ച മലയാളം, അക്കുത്തും ഇക്കുത്തും ആനവരിങ്കുത്തും ഒക്കത്തു വെച്ച മലയാളം. വെറ്റ ചവച്ചതും കറ്റമെതിച്ചതും വെറ്റ ചവച്ചതും കറ്റമെതിച്ചതും ചട്ടയുടുത്ത മലയാളം. അമ്മ പറഞ്ഞതും അച്ഛൻ പകർന്നതും അപ്പൻ ചുടുന്ന മലയാളം, ഉമ്മ തരുന്നതും ഉപ്പ ചൊരിഞ്ഞതും ഉപ്പു തൊടുന്ന മലയാളം. മഞ്ചാടി തന്നതും മാഞ്ചോട്ടിൽ വന്നതും പുഞ്ചിരിയിട്ട മലയാളം, മഞ്ചാടി തന്നതും മാഞ്ചോട്ടിൽ വന്നതും പുഞ്ചിരിയിട്ട മലയാളം. പേരു വിളിച്ചതും പേടിയൊഴിച്ചതും നേരു പറഞ്ഞ മലയാളം, പേരു വിളിച്ചതും പേടിയൊഴിച്ചതും നേരു പറഞ്ഞ മലയാളം, നേരു പറഞ്ഞ മലയാളം. അമ്മ പറഞ്ഞതും അച്ഛൻ പകർന്നതും അപ്പൻ ചുടുന്ന മലയാളം, ഉമ്മ തരുന്നതും ഉപ്പ ചൊരിഞ്ഞതും ഉപ്പു തൊടുന്ന മലയാളം. അമ്മ പറഞ്ഞതും അച്ഛൻ പകർന്നതും അപ്പൻ ചുടുന്ന മലയാളം, ഉമ്മ തരുന്നതും ഉപ്പ ചൊരിഞ്ഞതും ഉപ്പു തൊടുന്ന മലയാളം, ഉപ്പു തൊടുന്ന മലയാളം, ഉപ്പു തൊടുന്ന മലയാളം, ഉപ്പു തൊടുന്ന മലയാളം. അമ്മയും അച്ഛനും അപ്പം ചുട്ട് ഉമ്മയും ബാപ്പയും ഉപ്പ് തൊട്ട് പാവാടയുടുത്ത് തട്ടം പുതച്ച് ചട്ടയണിഞ്ഞ മനോഹരമായൊരു മലയാളമാണ് നിങ്ങളെയും എന്നെയും ഒക്കെ ഇതുപോലെ ജീവിക്കുവാൻ കരുത്തരാക്കി തീർത്തത്. കുഞ്ഞുങ്ങൾക്ക് മാതൃഭാഷയുടെ നല്ല മധുരം കിട്ടിയാൽ മാത്രമേ അവർ ഏറ്റവും ബുദ്ധിമാന്മാരായ ആളുകളായി തീരുകയുള്ളൂ. കമ്പ്യൂട്ടർ പഠിക്കാത്തത് കൊണ്ട് ലോകത്തിൽ ആരും ഇതുവരെ മരിച്ചു പോയിട്ടില്ല. ഇംഗ്ലീഷ് പഠിക്കാത്തത് കൊണ്ടും ആരും മരിച്ചു പോയിട്ടില്ല. എന്നാൽ നീന്തൽ പഠിക്കാത്തത് കൊണ്ട് എത്രയോ ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. എന്നാൽ തൻ്റെ കുട്ടി നീന്തൽ പഠിക്കണമെന്ന് അതിയായ ആഗ്രഹം രക്ഷിതാക്കൾ കാണിക്കാറില്ല. ഇംഗ്ലീഷും കമ്പ്യൂട്ടറും ഒക്കെ അവരെ നിർബന്ധമായും പഠിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നതോടൊപ്പം നീന്തലും നല്ല മലയാളവും പഠിപ്പിച്ചെടുക്കുവാനുള്ള വലിയ പാഠം, വലിയ മനസ്സ്